വ്യോമപാതയൊക്കെ ഈ സംഭവത്തെ തുടർന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഴയപടി ആയിട്ടുണ്ടോ? വ്യോമപാതകൾ തുറക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ നിലവിൽ കടന്നിട്ടുണ്ടോ? അവിടുന്ന് വ്യോമപാത പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം പല വിമാന സർവീസുകളും ഇറാനിലേക്കും തിരിച്ചുമുള്ളത് തൽക്കാലം ഈ സ്ഥിതിഗതികൾ ശാന്തമായതിനു ശേഷം മാത്രം നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് വിവിധ വിമാന കമ്പനികൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല വിമാനങ്ങളും ഈ ഇറാന്റെയും ഇറാഖിന്റെയും വ്യോമാതിർത്തി ടച്ച് ചെയ്യാതെ ആണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്ഥിതിഗതികൾ ഏത് സമയവും അപകടകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കൂടുതൽ ഒരു വ്യക്തത വരുന്നത് വരെ തൽക്കാലം ഈ വ്യോമാതിർത്തി മറികടന്നുകൊണ്ട് യാത്ര ചെയ്യാനാണ് മിക്ക വിമാന കമ്പനികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു യാത്ര ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്കിലും വലിയ തോതിൽ മാറ്റം വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ഇപ്പം മുമ്പുള്ള പിന്നിട്ട ഒരു 18 ദിവസത്തോളമായി തുടരുന്ന പ്രക്ഷോഭത്തിന് വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇറാനിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നാസർ, ഇപ്പോൾ ആക്രമണത്തിന് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതികൾക്ക് ചെറിയൊരു അയവ് വന്നു എന്ന് പറയുമ്പോഴും പൂർണ്ണമായും സമാധാനത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയില്ല. നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, പല രാജ്യങ്ങളും അവിടെയുള്ള ആളുകളെ, പൗരന്മാരെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. ആ നടപടികൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ? അപ്പോൾ തീർച്ചയായിട്ടും, കാരണം ഇന്ത്യയാണ് ഇതിൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ പൗരന്മാരോട് പൂർണ്ണമായിട്ടും ഇറാനിൽ നിന്ന് ലഭ്യമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് തന്നെ മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയത്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും തങ്ങളുടെ പൗരന്മാർക്കും നയതന്ത്ര പ്രതിനിധികൾക്കുമൊക്കെ ഇറാനിൽ നിന്ന് ഉടൻ തന്നെ മടങ്ങാനുള്ള നിർദ്ദേശം നൽകി. ചിലരൊക്കെ പ്രത്യേക വിമാന സർവീസുകൾ തന്നെ അതിനായിട്ട് ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു യുദ്ധരഹിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നെ സംബന്ധിച്ച ഒരു അവ്യക്തത ഇപ്പോൾ പോലും തുടരുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം ഇന്ന് അർദ്ധരാത്രി വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തൽക്കാലം ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിവെച്ചതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കാത്ത ഒരു സാഹചര്യത്തോളം ഈ യുദ്ധഭീതി എന്തായാലും നിലനിൽക്കും. പക്ഷേ മേഖലയിൽ കാര്യമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളോ സൈനിക മുന്നൊരുക്കങ്ങളോ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിട്ടില്ല. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം, ആ വ്യോമതാവളത്തിൽ മാത്രം 10,000-ലേറെ അമേരിക്കൻ സൈനികരാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവരിൽ നല്ലൊരു വിഭാഗം സൈനികരെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ ഇന്ന് പ്രകടമായിട്ട് ഇത്തരം സൈനിക കേന്ദ്രങ്ങളിൽ കാര്യമായിട്ടുള്ളൊരു യുദ്ധ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും തന്നെ വാർത്താ ഏജൻസികളിലൂടെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി നിരീക്ഷിച്ച് മാത്രമായിരിക്കും പൗരന്മാരെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ വിവിധ രാജ്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് തുടരുക. എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നലെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കുറെ കൂടി ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അടുത്ത ഒരു 48 മണിക്കൂറുകൾ നിർണായകമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ ഈ ഒരു ആക്രമണ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഈ യുദ്ധഭീതി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു എന്ന് ഈ ഘട്ടത്തിൽ താൽക്കാലികമായെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുക. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിപ്പോൾ ഈ പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്നതും തൂക്കിലേറ്റുന്നതും ഒക്കെ ഇറാൻ നിർത്തിവെച്ചു, അതുകൊണ്ട് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അമേരിക്ക അയയുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതല്ല, സ്ഥിതിഗതികളിൽ മാറ്റമുണ്ട് എന്ന് അമേരിക്കയ്ക്ക് തോന്നുകയാണെങ്കിൽ അതിശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയല്ലേ ആ പറഞ്ഞു വെക്കുന്നതിനർത്ഥം? അവിടുത്തെ ഇതിൽ പ്രധാനമായിട്ടും അമേരിക്ക മുന്നോട്ട് വെച്ചത് ഈ പ്രക്ഷോഭകരെ അമർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നു എന്ന അർത്ഥത്തിലൊന്നുമല്ല. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഇത്തരമൊരു മറ മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സൈനിക താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. പക്ഷേ പ്രായോഗികമായിട്ട് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരു ആക്രമണം നടത്തിയാൽ തന്നെ അതിനനുസൃതമായിട്ടൊരു റെജീം ചേഞ്ച്, ഒരു ഭരണ മാറ്റമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്കോ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇറാനിൽ ഒരു സാമൂഹിക രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം അത്രയേറെ വലിയ പ്രക്ഷോഭം അവിടെ രൂപപ്പെട്ടിരുന്നു. പക്ഷേ പിന്നിട്ട് ഒരു 3 ദിവസത്തിനുള്ളിൽ സർക്കാർ അനുകൂല പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ തന്നെ ഇറാൻ തെരുവുകളെ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യം വന്നു. അതുമാത്രമല്ല കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളും നേരിടേണ്ടി വന്നു. അതുകൊണ്ട് പ്രക്ഷോഭകരെ സംബന്ധിച്ചിടത്തോളം അവർ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല അമേരിക്ക മുന്നിൽ
കണ്ടത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃനിര ഈ ഒരു പ്രക്ഷോഭത്തിലൂടെ അവിടെ രൂപപ്പെടും എന്നായിരുന്നു. പക്ഷേ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ സംവിധാനങ്ങളിൽ നിന്നോ അത്തരമൊരു നീക്കം ഇനിയും ഉണ്ടായിട്ടില്ല. ആകെ ഇപ്പോൾ റസാ പഹ്ലവി ഉണ്ട്. അദ്ദേഹം അമേരിക്കയിൽ വിപ്രവാസിയായിട്ട് കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിൽ മാത്രമായിരുന്നു അമേരിക്കൻ നേതൃത്വം പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ പോലും തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് ട്രംപ് നടത്തിയിരിക്കുന്നത്. ആൾ നല്ല വ്യക്തിയൊക്കെയാണ്. പക്ഷേ ഇറാൻ ജനതയെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് എത്ര കണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പ് പോരാ എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഒരു ബദൽ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഈ ഒരു പ്രതികരണം, പ്രക്ഷോഭം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്ന തിരിച്ചറിവ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഖത്തറും ഒമാനുമൊക്കെ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ, വലിയ തോതിലുള്ള നീക്കങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെയും നടത്തിയത്. കാരണം ഈ മേഖലയിൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരിക ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും അമേരിക്കൻ താല്പര്യങ്ങളുമായിരിക്കുമെന്ന് അവർ അമേരിക്കൻ നേതൃത്വത്തെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു പൊടുന്നനെയുള്ള ഒരു പിന്മാറ്റത്തിന് ട്രംപ് തയ്യാറായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കാത്തിരുന്ന് മാത്രം ഇനി അടുത്ത നീക്കം കൈക്കൊള്ളുക എന്നൊരു തീർപ്പിലേക്ക് കൂടി ട്രംപ് ഭരണകൂടം എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൃത.